തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ ആയിരിക്കുന്നു. 2 ഘട്ടമായാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ. അല്പസമയം മുൻപാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഒരു പ്രതികരണം വരുന്നത് അത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. PV അൻവറുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ആണ്. അദ്ദേഹം പറയുന്നത് ഇതിൽ UDF നേതൃത്വം തീരുമാനമെടുക്കുമെന്നതാണ്. PV അൻവറിന്റെ പ്രതികരണം ഇന്ന് രാവിലെ വന്നിരുന്നു. LDF ഒഴികെ ബാക്കി ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് PV അൻവറിന്റെ നിലപാട്. നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. ഇനി ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് തത്സമയം. ഗോകുൽ, പാലക്കാട് നമുക്കറിയാം, അവിടെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ BJPയിൽ വലിയ പ്രതിസന്ധിയുണ്ട്, വലിയ വിഭാഗീയതയുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാനാണ് പാർട്ടി ഒരുങ്ങുന്നത്, മുന്നണി ഒരുങ്ങുന്നത്? അപ്പം മറ്റ് മുന്നണികളുടെ അവസ്ഥ എന്താണ്? അനുജ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടത് മുന്നണി വലിയ രീതിയിലുള്ള അപ്രമാദിത്വം തെളിയിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും LDFന് തന്നെയാണ് കഴിഞ്ഞ തവണ വിജയമുണ്ടായിരുന്നത്. 88 ഗ്രാമപഞ്ചായത്തുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ 62 കഴിഞ്ഞ തവണ LDF ആണ് വിജയിച്ചത്. 26 മാത്രമാണ് UDF വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. 13 ബ്ലോക്ക് പഞ്ചായത്തിൽ 11 LDF വിജയിക്കാൻ സാധിച്ചപ്പോൾ കേവലം 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം പറയുകയാണെങ്കിൽ 7 മുനിസിപ്പാലിറ്റി പാലക്കാട് ജില്ലയിലുണ്ട്. അതിൽ 5 LDF ഭരിക്കുന്നു, ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ BJP ഭരിക്കുന്നു, ഒരു സ്ഥലത്ത് UDF ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് 30 ഡിവിഷനുകളാണുള്ളത്. 30 ഡിവിഷനുകളിൽ 27 വിജയിച്ചിട്ടാണ് LDF കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം CPMന്റെ ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ വിജയിച്ചതിനെക്കാട്ടിൽ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ വിജയിക്കുമെന്നും മുൻവർഷങ്ങളിൽ നേടിയതിനെക്കാട്ടിൽ കൂടുതൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഇടതുമുന്നണിക്കകത്ത് എല്ലാ കക്ഷികളും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. കഴിഞ്ഞ പട്ടാമ്പി ജില്ലാ സമ്മേളനത്തിൽ CPIയുടെ പട്ടാമ്പി ജില്ലാ സമ്മേളനത്തിൽ ഒരു വിഭാഗീയത രൂപപ്പെടുകയും ഒരു കൂട്ടം ആളുകൾ രാജിവെച്ച് സേവ് CPI എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും മുൻവർഷത്തേക്കാൾ വലിയ വിജയം ഇത്തവണ ഉണ്ടാക്കുമെന്നുമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാവരെയും കലക്കുന്ന, എല്ലാവർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. കഴിഞ്ഞ 2 തവണയും BJPക്ക് NDAക്ക് അവിടെ അധികാരത്തിൽ കയറാൻ പറ്റി എന്നുള്ളത് ഈ ഇരു മുന്നണികളെ കുഴക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് ആണ്, UDF ആണ് അവിടെ പ്രതിപക്ഷം. ഈ BJPയുടെ NDAയുടെ ഭരണം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ആയിരിക്കും UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. പക്ഷേ UDFിലും NDAയിലും പാളയത്തിൽ പടയാണ്. ഇപ്പോൾ UDFന്റെ ജില്ലാ നേതൃയോഗം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യോഗം കഴിഞ്ഞ് 3 മണിക്ക് ശേഷം എന്തായാലും UDFന്റെ ജില്ലാ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച കാര്യത്തിലൊക്കെ ഈ തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാളയത്തിൽ പട തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കളെയും അല്ലെങ്കിൽ പ്രവർത്തകരെയും ഒക്കെ ചാക്കിട്ട് വലിക്കുന്ന സാഹചര്യമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് പറയുകയാണെങ്കിൽ പ്രമീള ശശിധരന്റെ പക്ഷവും BJPയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള C കൃഷ്ണകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗീയത രൂപപ്പെട്ടു വരുന്നു. രാഹുൽ മാങ്കൂട്ടുമായി വേദി പങ്കിടില്ല എന്ന് പറയുമ്പോഴും പ്രമീള ശശിധരൻ വേദി പങ്കിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിൽക്കുന്ന സമയത്തായിരുന്നു പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത് ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചു കയറുമെന്നും 1-2 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്നുമാണ്. ഇത് അനുവദിക്കില്ല എന്ന് CPMഉം UDFും LDFും ഒരുപോലെ പറയുന്നു. അടുത്ത പോരാട്ടത്തിലാണ് പാലക്കാട്ട് മുന്നണികൾ എന്നതാണ്. പാലക്കാട്ട് നടക്കാനിരിക്കുന്നത് ഡിസംബർ 11-നാണ്. 2ാം ഘട്ടത്തിലാണ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ഇനി എറണാകുളത്തേക്കാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായുണ്ട്. നിതിൻ, കൊച്ചി കോർപ്പറേഷൻ ഭരണം നിലനിർത്തും എന്ന് പറയുന്ന മേയർ, ഒപ്പം തന്നെ മന്ത്രി P രാജീവിന്റെ ഒക്കെ പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നു. എങ്ങനെയൊക്കെയാണ് വിവിധ മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കച്ചകെട്ടി ഒരുങ്ങുന്നത്? അനുജ, വിവിധ മുന്നണികളൊക്കെ തന്നെ നേരത്തെ തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയിലേക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ കടക്കേണ്ടതുള്ളൂ. LDF അതിന്റെ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി. ഒരുപക്ഷെ നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് വൈകിട്ടോട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് കൊച്ചിയിലെ. നമുക്കറിയാം, 2 തവണ 2010-ലും 2015-ലും UDF ഭരിച്ചു. 2020-ൽ UDFിൽ നിന്ന് LDF അത് തിരിച്ചുപിടിച്ചു. LDF തിരിച്ചുപിടിക്കുമ്പോൾ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, വിമതരുടെ ഒപ്പം നിർത്തിയാണ് ഭരണം മുന്നോട്ട് പോയത്. അങ്ങനെ 5 ടേം അവർ
പൂർത്തിയാക്കി. ഇത്തവണ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ വികസന നേട്ടങ്ങൾ തന്നെയാണ് LDFന്റെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതേസമയം തന്നെ അടിസ്ഥാന മേഖലകളിൽ വികസനം എത്തിയിട്ടില്ല എന്ന് കോൺഗ്രസും ശക്തമായ രാഷ്ട്രീയമായി തന്നെ രംഗത്തുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 34-31 എന്ന സംഖ്യയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. പക്ഷേ ഇക്കുറി അത് ഏത് നിലയിൽ മറിയും എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം പി രാജീവും അതോടൊപ്പം തന്നെ VD സതീശനും അങ്ങനെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെയാണ് ജില്ലയിലെ ചുമതല. ആ നിലയിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന ജില്ലയാണ് എറണാകുളം. അതിൽ കൊച്ചി കോർപ്പറേഷനിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അല്പസമയത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ തന്നെ ഏത് ഘട്ടത്തിലെത്തിയെന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോർപ്പറേഷൻ സാഹചര്യം ഇപ്രകാരമാണ്. നമുക്കറിയാം ഇക്കുറി വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ വനിതാ മേയർ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വനിതാ മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ അവസാനവട്ട ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. ആ നിലയിലുള്ളൊരു രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു പോകുമ്പോൾ തുടർ ഭരണം LDFന് ലഭിക്കുമോ എന്നതും അതോടൊപ്പം തന്നെ ഈ ഭരണം അല്ലെങ്കിൽ LDFിൽ നിന്ന് കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും ഒരു വശത്ത് രംഗത്തുണ്ട്. അങ്ങനെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നു ഒരു വശത്ത്. അതോടൊപ്പം തന്നെ 2020 ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവ് കൊച്ചി കോർപ്പറേഷനിലേക്ക് ഏത് നിലയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതും ശ്രദ്ധേയമാണ്. ആ നിലയിൽ തന്നെ ഈ രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ BJP ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.